അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഇന്നത്തെ മജ്ലിസിൽ ചൊല്ലുന്ന ദിക്ർ ഏറ്റവും മഹത്തായ ഒരുപാട് ഫലങ്ങൾ തരുന്ന ഒരു അത്ഭുത ദിക്റാണ്. അനുയോജ്യമായ ജോലി കിട്ടാൻ, നല്ല ശമ്പളമുള്ള ജോലി കിട്ടാൻ, ജോലിയിലും കച്ചവടത്തിലും ബർക്കത്തുണ്ടാകാൻ, കടങ്ങളില്ലാത്ത നല്ല സന്തോഷമുള്ള ജീവിതമുണ്ടാകാൻ നാം എന്താണ് ചെയ്യേണ്ടത്? അതിനെല്ലാം മഹാന്മാരായ പണ്ഡിതന്മാർ പല വഴികളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെയും നാം നല്ല വിശ്വാസത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഫലം നമ്മളിൽ കാണാവുന്നതാണ്. എത്ര വലിയ ബുദ്ധിമുട്ട് വന്നാലും, എത്ര വലിയ പ്രയാസം വന്നാലും അതിനെല്ലാം തരണം ചെയ്യാനുള്ള ഈമാൻ നമുക്കുണ്ടാവണം. ഈമാൻ വർദ്ധിക്കാൻ മഹാന്മാർ നമുക്ക് ദിക്റുകളും സ്വലാത്തുകളും ദുആകളും വർദ്ധിപ്പിക്കാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും മഹത്വം നിറഞ്ഞ, അത്ഭുത ഫലങ്ങൾ തരുന്ന 99 നാമങ്ങൾ. ആ 99 നാമമായ അസ്മാഉൽ ഹുസ്ന, ആ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു നാമമാണ് യാ വഹാബു യാ അല്ലാഹ് എന്ന നാമം. സാമ്പത്തികമായി വലിയ ഉയർച്ച നമുക്കുണ്ടാക്കിത്തരുന്ന ഒരു ഇസ്മാണ് യാ വഹാബു യാ അല്ലാഹ് എന്ന ഇസ്മ. മഹാന്മാർ പഠിപ്പിക്കുന്നു, ആരെങ്കിലും ഒരാൾ യാ വഹാബു യാ അല്ലാഹ് എന്ന ഇസ്മ ഇശാ നിസ്കാര ശേഷം 14 പ്രാവശ്യം പതിവായി ചൊല്ലിയാൽ അവനെ അല്ലാഹു സുബ്ഹാനഹു തആല ജനങ്ങളുടെ കൂട്ടത്തിൽ വലിയ ഐശ്വര്യം നൽകും. അന്തസ്സോടുകൂടി ജീവിക്കാൻ, അഭിമാനത്തോടു കൂടി ജീവിക്കാൻ അവനിക്ക് സാധിക്കും. ആരോടും കൈനീട്ടാതെ ജീവിക്കാൻ അവനിക്ക് സാധിക്കുന്നതാണ്. യാ വഹാബു യാ അല്ലാഹ് എന്നാൽ വാരിക്കോരി നൽകുന്ന അല്ലാഹ്, വാരിക്കോരി തരുന്ന അല്ലാഹ്, അവസാനമായി തരുന്ന അല്ലാഹ് എന്നാണ് അർത്ഥം. നമുക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല നൽകും, സമ്പത്ത് നൽകും. ജീവിതത്തിൽ പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമ്മുടെ ഉദ്ദേശങ്ങൾ പൂവണിയാൻ, ആഗ്രഹങ്ങൾ സഫലമാകാൻ, ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഈ ദിക്ർ വലിയ പരിഹാരമാണ്. നമ്മുടെ വിഷമങ്ങൾ മാറാൻ, പ്രയാസങ്ങൾ മാറാൻ, ബുദ്ധിമുട്ടുകൾ മാറാൻ, ദുഃഖം മാറാൻ, ടെൻഷൻ മാറാൻ, കടങ്ങൾ ഇല്ലാതിരിക്കാൻ ഈ ദിക്ർ പരിഹാരമാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ദിക്ർ ജീവിതത്തിന്റെ ഭാഗമാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ. എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റി തരട്ടെ. അപ്പോ എല്ലാവരും ഉസ്താദിന്റെ കൂടെ ഈ ദിക്ർ 100 പ്രാവശ്യം ചൊല്ലണം. അതിനുശേഷം നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി അല്ലാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്നും കബൂൽ ചെയ്യട്ടെ. ഈ മഹത്തായ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ എല്ലാ സഹോദരിമാർക്കും അല്ലാഹു സുബ്ഹാനഹു തആല അർഹമായ പ്രതിഫലം നൽകട്ടെ. ഓരോരുത്തരുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ, ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല എളുപ്പത്തിൽ പൂർത്തിയാക്കി കൊടുക്കട്ടെ. ഓരോരുത്തരുടെ മനസ്സിലുള്ള വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, കടങ്ങൾ, ടെൻഷനുകൾ, രോഗങ്ങൾ എല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല മാറ്റി കൊടുക്കട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اذكروني أذكركم واشكروا لي ولا تكفرون. لا إله إلا الله، 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 لا إله إلا الله،
لا إله إلا الله 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 لا إله لا إله إلا الله 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 لا إله لا إله إلا الله 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 لا إله إلا الله
لا إله إلا الله لا إله إلا الله يا وهاب يا 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 الله
يا وهاب يا الله يا وهاب يا الله يا وهاب يا الله يا وهاب يا الله يا وهاب يا الله يا وهاب يا الله يا وهاب يا الله يا وهاب يا الله يا وهاب يا الله يا وهاب يا الله يا وهاب يا الله يا وهاب يا الله يا وهاب يا الله صلى الله على محمد صلى الله عليه وسلم 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 صلى الله على محمد
صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق
والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യട്ടെ. ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മജ്ലിസായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. ഈ മഹത്തായ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ദിക്റുകൾ ചൊല്ലിയ സ്വലാത്തുകൾ ചൊല്ലിയ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഉദ്ദേശങ്ങളും എല്ലാ ആവശ്യങ്ങളും എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഈ ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ. എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും രോഗങ്ങളും ടെൻഷനുകളും കടങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി തരട്ടെ. ദുആയിലേക്ക് കിടക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയുക. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അല്ലാഹുവേ, മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിപ്പിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണം അല്ലാഹ്. മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിപ്പിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണം അല്ലാഹ്. റഹ്മാനും റഹീമുമായ അല്ലാഹ്, മരിക്കുന്ന അവസരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലി മരിപ്പിക്കുന്ന മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. റഹ്മാനും റഹീമുമായ അല്ലാഹ്, മരിക്കുന്ന അവസരത്തിൽ പൂർണ്ണ ഈമാനോട് കൂടി പുഞ്ചിരിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് ഷഹാദത്ത് കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിപ്പിക്കുന്ന മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാഹ്. മരിക്കുന്ന അവസരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലി മരിപ്പിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണം അല്ലാഹ്. റഹ്മാനും റഹീമുമായ അല്ലാഹ്, ഞങ്ങൾ പാവികളാണ്, ദോഷികളാണ്, ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് അല്ലാഹ്. ഞങ്ങൾക്ക് നീ പുറത്തു തരണം അല്ലാഹ്, മാഫാക്കി തരണം റഹ്മാനെ. റഹ്മാനും റഹീമുമായ അല്ലാഹ്, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് അല്ലാഹ്. ഞങ്ങൾക്ക് നീ പുറത്തു തരണം അല്ലാഹ്, മാഫാക്കി തരണം അല്ലാഹ്. ആഖിറത്തിലേക്ക് നീ നീട്ടിവെക്കല്ല റബ്ബേ.
ഖബറിലേക്ക് നീ എടുത്തു വെക്കല്ല റബ്ബേ. ഇപ്പോൾ തന്നെ ഈ മജ്ലിസ് കഴിയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് നീ പുറത്തു തരണം അല്ലാ, പുറത്തു തരണം റഹ്മാനെ. റഹ്മാനും റഹീമുമായ അല്ലാ, ഞങ്ങളിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് റബ്ബേ. കുടുംബക്കാർ മരിച്ചു പോയിട്ടുണ്ട്, അയൽവാസികൾ മരിച്ചു പോയിട്ടുണ്ട്, ഉസ്താദ്മാർ മരിച്ചു പോയിട്ടുണ്ട്, ഉപ്പ മരിച്ചവരുണ്ട്, ഉമ്മ മരിച്ചവരുണ്ട്, സഹോദര സഹോദരിമാർ മരിച്ചവരുണ്ട് റബ്ബേ. അവരുടെ ഖബർ നീ വിശാലമാക്കണം അല്ലാ, അവരുടെ ഖബർ നീ സ്വർഗത്തോപ്പാക്കണം അല്ലാ. അവരെയും ഞങ്ങളെയും നാളെ ജന്നാത്തിൽ ഫിർദൗസിൽ മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. റഹ്മാനും റഹീമുമായ അല്ലാ, ഒരുപാട് പേർ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്, പലരും മാരകമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് അല്ലാ. പലരും ഹോസ്പിറ്റലിലാണ്, പലരും ICUവിലാണ് അല്ലാ. എല്ലാ രോഗവും നീ ശിഫയാക്കണം അല്ലാ, എല്ലാ രോഗവും നീ ശിഫയാക്കണം അല്ലാ. രോഗം തരുന്നവൻ നീയാണല്ലോ റബ്ബേ, രോഗം ശിഫയാക്കുന്നവനും നീയാണല്ലോ റബ്ബേ. സർവരോഗവും നീ ശിഫയാക്കണം റഹ്മാനെ. ഒരു രോഗവും ആർക്കും തന്ന് നീ പരീക്ഷിക്കല്ലോ റഹ്മാനെ. എന്ത് വലിയ രോഗമാണെങ്കിലും എത്ര വലിയ രോഗമാണെങ്കിലും നീ ശിഫ നൽകണം അല്ലാ, പൂർണ്ണ ശിഫ നൽകണം അല്ലാ. റഹ്മാനും റഹീമുമായ അല്ലാ, ഞങ്ങളെ മക്കളെ സ്വാലിഹായ മക്കളാക്കണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന ദീനീ ബോധമുള്ള മക്കളാക്കണം റഹ്മാനെ. റഹ്മാനും റഹീമുമായ അല്ലാ, ഞങ്ങളെ മക്കൾക്ക് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നീ നൽകണം അല്ലാ. ഞങ്ങളെ മക്കളുടെ പരീക്ഷ എളുപ്പമാക്കണം അല്ലാ, പരീക്ഷയിൽ ഉന്നത വിജയം നീ നൽകണം റഹ്മാനെ. റഹ്മാനും റഹീമുമായ അല്ലാ, ഞങ്ങൾ മരിച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, ദിക്റുകൾ ചൊല്ലുന്ന, ഖുർആൻ ഓതുന്ന സ്വാലിഹായ മക്കളാക്കണം റഹ്മാനെ. റഹ്മാനും റഹീമുമായ അല്ലാ, കടങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണം അല്ലാ. അല്ലാ, കോടികൾ കടങ്ങളാണ്, ലക്ഷങ്ങൾ കടങ്ങളാണ്, 10,000 കടങ്ങളാണ്, വീടാൻ ഒരു വഴിയുമില്ലല്ലോ റബ്ബേ. എന്ത് വലിയ കടമാണെങ്കിലും എത്ര വലിയ കടമാണെങ്കിലും നീ വീട്ടിൽ തരണം റഹ്മാനെ. കടം വീടാനുള്ള വഴി നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം റഹ്മാനെ. നീ ഞങ്ങൾ ആരെയും കടക്കാരായി മരിപ്പിക്കല്ല റഹ്മാനെ. കടങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണം അല്ലാ. റഹ്മാനും റഹീമുമായ അല്ലാ, കണ്ണേറിനെ തൊട്ട് നീ ഞങ്ങളെ കാക്കണം അല്ലാ. ബായറിനെ തൊട്ട് നീ കാക്കണം അല്ലാ. നാഖേറിനെ തൊട്ട് നീ കാക്കണം അല്ലാ. എല്ലാ ഷെഹറിനെ തൊട്ടും നീ കാക്കണം അല്ലാ. എല്ലാ ഷറുകളെ തൊട്ടും നീ കാക്കണം അല്ലാ. എല്ലാ കണ്ണേറും ഷെഹറും ബായറും എല്ലാം നീ കരിച്ചു കളയണം അല്ലാ, നീ കരിച്ചു കളയണം റഹ്മാനെ. റഹ്മാനും റഹീമുമായ അല്ലാ, അസൂയാളുക്കളുടെ അസൂയയിൽ നിന്നും കണ്ണേറുകാരുടെ കണ്ണേറിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ. റഹ്മാനും റഹീമുമായ അല്ലാ, ജോലിയിൽ നീ ഞങ്ങൾക്ക് ബർക്കത്ത് ചൊരിയണം അല്ലാ. ഞങ്ങളുടെ ബിസിനസ്സിൽ നീ ബർക്കത്ത് ചൊരിയണം റഹ്മാനെ. റഹ്മാനും റഹീമുമായ അല്ലാ, ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റബ്ബേ. അവർക്ക് നീ അനുയോജ്യമായ ഖൈറായ ജോലി കൊടുക്കണം റഹ്മാനെ. റഹ്മാനും റഹീമുമായ അല്ലാ, മക്കളില്ലാത്തവർക്ക് നീ സ്വാലിഹായ മക്കളെ കൊടുക്കണം റഹ്മാനെ. ഒരുപാട് സഹോദരിമാർ ഗർഭിണികളാണ് അല്ലാ, അവർക്ക് നീ സുഖപ്രസവം നീ കൊടുക്കണം അല്ലാ. അവർക്ക് നീ സ്വാലിഹായ മക്കളെ കൊടുക്കണം അല്ലാ. ഉള്ള മക്കളെ നീ സ്വാലിഹായ മക്കളാക്കണം റഹ്മാനെ. റഹ്മാനും റഹീമുമായ അല്ലാ, അപകടങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണം അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് നീ കാക്കണം അല്ലാ. അല്ലാ, ഒരു അപകടവും നീ ഞങ്ങൾക്ക് വരുത്തല്ല റഹ്മാനെ. റഹ്മാനും റഹീമുമായ അല്ലാ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണം അല്ലാ. നീ തട്ടിക്കളയല്ല റഹ്മാനെ. റഹ്മാനും റഹീമുമായ അല്ലാ, ഒരുപാട് പേർ ഈ മജ്ലിസിൽ പങ്കെടുത്തിട്ടുണ്ട് റബ്ബേ. പലരും പല ആവശ്യങ്ങൾ കരുതി, ഉദ്ദേശങ്ങൾ കരുതി, ആഗ്രഹങ്ങൾ കരുതി ഈ മജ്ലിസിൽ പങ്കെടുത്തവരാണ് അല്ലാ. ഒരുപാട് പേർ ആമീൻ പറഞ്ഞ മജ്ലിസാണ് റബ്ബേ. അവരുടെ ആമീൻ നീ സ്വീകരിക്കണം അല്ലാ. എന്തുദ്ദേശം വെച്ചുകൊണ്ടാണോ ഈ മജ്ലിസിൽ പങ്കെടുത്തത്, അവരുടെ ഉദ്ദേശം നീ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുക്കണം റഹ്മാനെ. റഹ്മാനും റഹീമുമായ അല്ലാ, സാമ്പത്തികമായി വളരെയധികം കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് റബ്ബേ. അവർക്ക് നീ സാമ്പത്തിക അഭിവൃദ്ധി നീ നൽകണം അല്ലാ. അവർക്ക് നീ സമ്പത്ത് നീ കൊടുക്കണം റഹ്മാനെ. റഹ്മാനും റഹീമുമായ അല്ലാ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണം അല്ലാ.
വീടില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റബ്ബേ. അവർക്ക് നീ വീട് കൊടുക്കണം അല്ലാ. വർഷങ്ങളായി വാടക വീട്ടിൽ താമസിക്കുന്നവരുണ്ട് റബ്ബേ. അവർക്ക് നീ ഖൈറായ വീട് കൊടുക്കണം അല്ലാ. വീട് കെട്ടാനുള്ള എല്ലാ സാമ്പത്തികവും അവർക്ക് നീ കൊടുക്കണം അല്ലാ. വീട് കെട്ടാനുള്ള എല്ലാ വഴിയും നീ തുറന്നു കൊടുക്കണം റഹ്മാനെ. അല്ലാ, വീടിന്റെ പണി തുടങ്ങിയിട്ടും പൂർത്തിയാക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് റബ്ബേ. അവരുടെ വീടിന്റെ പണി എത്രയും പെട്ടെന്ന് നീ പൂർത്തിയാക്കി കൊടുക്കണം റഹ്മാനെ. റഹ്മാനും റഹീമുമായി അല്ലാ, ഒരുപാട് പേർ നിരന്തരം കമന്റ് അയക്കുകയാണ് അല്ലാ. ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ്, ആഗ്രഹങ്ങൾ പറഞ്ഞ്, ഉദ്ദേശങ്ങൾ പറഞ്ഞ് കമന്റ് ചെയ്യുകയാണ് റബ്ബേ. നീ എല്ലാം കാണുന്നവനാണ്, നീ എല്ലാം കേൾക്കുന്നവനാണ്, നീ എല്ലാം അറിയുന്നവനാണ് അല്ലാ. അവരുടെ എന്താണോ ഉദ്ദേശം പൂർത്തിയാവേണ്ടത് ഇതൊക്കെ നീ പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുക്കണം അല്ലാ. അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ 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 برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. 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 صلى الله على محمد وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. നിങ്ങളെല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.